ഇസ്രായേൽ നിരന്തരമായി പലസ്തീനിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, ഗാസയിലെ കടന്നുകയറ്റങ്ങൾ, വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ഭൂമി പിടിച്ചെടുക്കൽ, കിബുട്സുകൾ സ്ഥാപിക്കൽ, ഇതൊന്നും തന്നെ ലോകം പൂർണ്ണമായി അംഗീകരിച്ച കാര്യമല്ല. പലസ്തീൻ കോസിനോടൊപ്പമായിരുന്നു പൊതുവേ ലോകം. ഇസ്രായേലിൻ്റെ ഏക പിൻബലം എക്കാലത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരുന്നു. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ സേനാ വിന്യാസം കൃത്യമായി നടക്കുന്നു എന്ന നിരീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയെ ഇസ്രായേൽ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ഉദ്ദേശങ്ങളും അമേരിക്കയുടെ ഉദ്ദേശങ്ങളും ഒന്നായിരുന്നില്ല. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്തു. ഒരിടത്തും എത്താതായപ്പോൾ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേലിന് തുടക്കം മുതൽ തന്നെ ഒരു വിയോജിപ്പുണ്ടായിരുന്നല്ലോ. സൈനിക നടപടികളിലൂടെ ഇറാനെ കൂടുതൽ ദുർബലമാക്കിയതിന് ശേഷം മാത്രം ചർച്ചകൾ മതി എന്നായിരുന്നല്ലോ ഇസ്രായേലിൻ്റെ നിലപാട്. അത് മറികടന്നുകൊണ്ട് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ടോ? ആ ഒരു ചൊരുക്ക് തീർക്കാൻ വേണ്ടിയാണോ ലെബനനിൽ തീമഴയൊക്കെ പെയ്യിച്ചത്? ഒരു ഏകപക്ഷീയത ഇപ്പോൾ ഇല്ലേ എന്നൊരു ചിന്ത ഇസ്രായേലിനുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്നായിരുന്നല്ലോ ഇറാനെ ആക്രമിച്ചത്. അത് ഇസ്രായേലിൻ്റെ പദ്ധതിയായിരുന്നു എന്നും അമേരിക്ക സഹായിക്കുക മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്കീം ഓഫ് തിങ്സ് അനുസരിച്ച് അമേരിക്ക വഴങ്ങിക്കൊടുക്കുകയായിരുന്നു എന്നുമാണ് ഒരു നിഗമനം. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഡീൽ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ, പിന്നീട് അന്തിമ ചർച്ചകൾ, ഇതിലൊന്നും തന്നെ ഇസ്രായേലിൻ്റെ പേര് ഒരിടത്തും കേൾക്കുന്നില്ല. അതിനർത്ഥം പാതി വഴിയിൽ അല്ലെങ്കിൽ ലക്ഷ്യം എത്തുന്നതിന് മുൻപ് തന്നെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ അമേരിക്ക ഉപേക്ഷിക്കുകയായിരുന്നോ? തീർച്ചയായിട്ടുമല്ല. പക്ഷേ ഒരു ഡീൽ ഉണ്ടാവണമെങ്കിൽ ഇസ്രായേൽ ഒരു ബാധ്യതയാവും എന്ന തിരിച്ചറിവാകണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിച്ചത്. ഇറാനുമായി സംസാരിക്കാം. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ, പാകിസ്ഥാൻ അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണല്ലോ. അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ചർച്ചകൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പാകിസ്ഥാന് സാധിക്കും. പക്ഷേ ഇസ്രായേൽ രംഗത്ത് വരികയാണെങ്കിൽ പാകിസ്ഥാനെ ഒരു രീതിയിലും വിശ്വസിക്കില്ല എന്നറിയാമല്ലോ. പാകിസ്ഥാൻ ആണവ രാജ്യമാണ്, സൗദി അറേബ്യയുമായി സൈനിക കരാർ ഒപ്പിട്ട രാജ്യമാണ്, ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവുമില്ലാത്ത രാജ്യമാണ്. അതുമാത്രമല്ല പാലസ്തീൻ കോസിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന രാജ്യവുമാണ്. ഇസ്രായേൽ വിരുദ്ധ രാജ്യമാണ് പാകിസ്ഥാൻ. ഇങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി നടക്കുന്ന ഒരു സമാധാന പ്രക്രിയയിൽ സംസാരിക്കാനാവില്ലല്ലോ. ഈ ഒരു അവസരം, ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എപ്പോൾ എങ്ങനെ വീണാലും കമന്ന് വീണാലും കാൽപ്പണം എന്ന് പറയുന്നത് പോലെ ഒരു പ്രമാണം ഇസ്രായേലിനുണ്ടല്ലോ. അത് അതിജീവനത്തിൻ്റെ പ്രമാണമാണെന്ന് ചിലർ, അത് വലിയ എക്സ്പാൻഷനിസത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണെന്ന് മറ്റു ചിലർ. സത്യം എന്തു തന്നെയാണെങ്കിലും ശരി, ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് കാണുന്നു. ഡീലിൻ്റെ ഭാഗമല്ല, ഇറാൻ അമേരിക്ക ഡീലിൻ്റെ ഭാഗമല്ല ലെബനൻ. മാറിക്കിടക്കുന്ന ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള രാജ്യമാണ് ലെബനൻ. ആ ലെബനൻ്റെ തെക്ക് ഭാഗത്തെ ഹിസ്ബുള്ള എന്ന ഇറാൻ അനുകൂല ഷിയ തീവ്ര സംഘടന, ആ സംഘടന ഭരണത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക ജീവിതത്തിലുണ്ട്. ഒരു വലിയ ഒരു സാന്നിധ്യമാണ് തെക്കൻ ലെബനിൽ. അതുമാത്രമല്ല ഹിസ്ബുള്ള എന്ന സംഘടന രൂപപ്പെടുന്നത് തന്നെ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയെ ചെറുക്കുന്നതിന് വേണ്ടിയാണ്. ആ സംഘടനയുമായി ഉഗ്രമായ സംഘടനത്തിലാണ്. വെടിനിർത്തലൊക്കെ ഉണ്ട്. 2 വർഷം മുൻപ് എത്തിച്ചേർന്ന ഒരു വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് തെക്കൻ ലെബനൻ ഏതാണ്ട് ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. അതിശക്തമായ ആക്രമണം ലെബനീസ് നഗരങ്ങളിലേക്ക് ഇസ്രായേൽ അഴിച്ചുവിടുന്നു. ലെബനീസ് നഗരങ്ങളിൽ നിന്ന് മാത്രമല്ല, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലെ അവശേഷിക്കുന്ന ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തെ വകവരുത്താൻ എന്ന പേരിലും, മാത്രമല്ല ലിറ്റാനി നദിയുടെ തെക്ക് വരെ ഇസ്രായേലിൻ്റെ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഭൂമി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും നടത്തുന്നൊരു പോരാട്ടമായി ഇതിനെ പലരും കാണുന്നു. അത് ശരിയുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം, എങ്ങനെയാണ് ഇറാൻ അമേരിക്ക ചർച്ച മുന്നോട്ട് പോകുക? ഇറാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ലെബനനിൽ ഉൾപ്പെടെ സമാധാനം വരിക, മേഖലയുടെ സമാധാനമാണ് വിഷയം, ഞങ്ങളുടെ മാത്രം സുരക്ഷിതത്വമല്ല. മധ്യപൗരസ്ത്യ പ്രദേശത്തെ എൻറ്റയർ റീജിയൻ ഷുഡ് ബി സേഫ് ആൻഡ് സെക്യൂർ. അതിന് തീർച്ചയായും ലെബനനിൽ സമാധാനം ഉണ്ടാകണം, ഇസ്രായേൽ വെടിനിർത്തണം. ഈ ഒരു യുദ്ധത്തിന് ചൂട് പിടിച്ചാണ് ഹൂതികൾക്കെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഒക്കെയുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ച് നിർത്തുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ പോളിസി മറ്റൊന്നാണ്.
അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്യുന്നെങ്കിൽ ചർച്ച ചെയ്തോട്ടെ, അത് അവരുടെ കാര്യം. തങ്ങൾ അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. തങ്ങളുടെ ദേശീയ സുരക്ഷാപരമായ ചില കൺസേൺസ്, വ്യാകുലതകൾ, ആശങ്കകൾ അത് തങ്ങൾ ഇടപെട്ട് പരിഹരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ, വിശാല ഇസ്രയേൽ എന്ന ആരോപണങ്ങളൊക്കെ പലരും ഉന്നയിക്കാം. പക്ഷേ നിലവിൽ വടക്കൻ ഇസ്രയേൽ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണി അവസാനിപ്പിക്കണമെങ്കിൽ ഹിസ്ബുള്ളയുടെ ചിറകുകൾ അരിഞ്ഞേ പറ്റൂ. ഇറാൻ ദുർബലമായി നിൽക്കുന്നു, ആക്രമണം ഉപേക്ഷിച്ചിരിക്കുന്നു, യുദ്ധ ഉടമ്പടിയിലൂടെ സമാധാനം വരുന്നു. അപ്പോൾ ഇറാന് നേരിട്ട് ഹിസ്ബുള്ളയെ സഹായിക്കാനാവില്ലല്ലോ. ആ അന്തരീക്ഷം പ്രയോജനപ്പെടുത്തി ഹിസ്ബുള്ളയെ പരമാവധി ഫിനിഷ് ചെയ്തെടുക്കുക, ഇത് ഇസ്രയേലിൻ്റെ പദ്ധതിയായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് യുദ്ധം, മറ്റൊരു മുന്നണിയിൽ സമാന്തരമായ യുദ്ധം തുടരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുക, കാരണം പബ്ലിക് ഒപ്പീനിയനാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ആവശ്യം യുദ്ധത്തിൽ തുടരുക. ഇറാനുമായിട്ട് പോലും യുദ്ധത്തിൽ അമേരിക്ക എന്തുകൊണ്ട് കുറച്ചുകൂടെ കാലം തുടർന്നില്ല? ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ എന്തുകൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ തുടർന്നില്ല എന്ന ചോദ്യമാണ് ഇസ്രയേലിനുള്ളിൽ മുഴങ്ങുന്നത്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലനിൽപ്പ് തന്നെ, രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ യുദ്ധം തുടരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ പൊങ്ങി വരും, വിചാരണ നേരിടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വിജയിച്ചു വരാനാവില്ല. കാരണം ഇസ്രയേൽ സമ്പൂർണ്ണമായ വിജയം സാധ്യമായിട്ടില്ല. ഇറാനുമേൽ ഇസ്രയേൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ. പക്ഷേ സമ്പൂർണ്ണ യുദ്ധ വിജയം എന്ന ഇസ്രയേലിൻ്റെ ആഗ്രഹം അത് ഹമാസിന് മേലെ പോലും പൂർണ്ണമായി നടന്നിട്ടില്ല എന്നോർക്കണം. ഹിസ്ബുള്ള ഇപ്പോഴും സജീവമാണ് എന്നോർക്കണം. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്യുന്നു. അത് ഇറാൻ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ട്, ഹോർമോസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയുമായി വിലപേശുന്നു. ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ ആക്രമണം എന്ന് ഇസ്രയേൽ ഉൾപ്പെടെ വിചാരിക്കുന്നുണ്ടാവാം. ഏത് നേരത്താണ് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾക്ക് തോന്നിയത്? യുദ്ധവിജയം നേടിയില്ല എന്നത് പോകട്ടെ, തങ്ങൾക്ക് മുഖം നഷ്ടപ്പെടുന്നത് പോലും ഒഴിവാക്കാനാകുന്നില്ല. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാനായി ആക്രമണം ഇപ്പോൾ ലെബനനിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധലക്ഷ്യങ്ങൾ നേടാനാകാതെ ഇസ്രയേലിന് ഒരർത്ഥത്തിൽ പരാജിതരായി പിന്മാറേണ്ടി വന്നത്, അല്ലെങ്കിൽ പിൻവാങ്ങേണ്ടി വന്നത് ഇസ്രയേലിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് എന്നാണ് ഇസ്രയേലിലെ പ്രതിപക്ഷം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ആണവ സമ്പുഷ്ടീകരണവും അവസാനിപ്പിക്കുമെന്ന് വീമ്പ് പറഞ്ഞെടുത്ത് ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അവസാനം വെടിനിർത്തൽ ചർച്ചയിൽ പോലും ഇസ്രയേലിന് ഇടം കിട്ടിയിട്ടില്ല എന്നുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിൻ്റെ ഫലത്തെ അതിജീവിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുമോ? ഈ യുദ്ധം നെതന്യാഹുവിനെ ആഭ്യന്തരമായി ദുർബലനാക്കിയോ? ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിലേക്കാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. അദ്ദേഹം ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയും? അദ്ദേഹം ആഗ്രഹിച്ച യുദ്ധം ഏറെ മുന്നോട്ട് പോയി അമേരിക്കയെ കളത്തിലിറക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലി ജനത ഒരു പരിധിവരെ ക്രെഡിറ്റ് കൊടുക്കും. പ്രത്യേകിച്ച് വാർ മോങ്കേഴ്സായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് ഇസ്രായേലിൽ, സയനിസ്റ്റ് വിഭാഗം. അവർ തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിനെ രക്ഷകനായി കാണുന്നു, നല്ല മാർക്ക് കൊടുക്കും നെതന്യാഹുവിന്. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ഇടത്ത് പിടിച്ചു കെട്ടാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ സമാധാന ചർച്ചയുടെ ബാക്കി പത്രം. ഇസ്രയേലിന് സമാധാന മേശയിൽ ഇടമില്ല. ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ് ഇറാനെ ആക്രമിച്ചത്, അമേരിക്ക ഒറ്റയ്ക്കല്ല. അപ്പോൾ ചർച്ച നടത്തേണ്ടത് ആരാണ്? അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനുമായി ചർച്ച നടത്തണം. പാകിസ്ഥാൻ മധ്യസ്ഥത അവർ സ്വീകരിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ മധ്യസ്ഥത, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് മധ്യസ്ഥത അത് ഇസ്രായേൽ പ്രപ്പോസ് ചെയ്യണം. ഇസ്രായേലിൻ്റെ വാക്കുകളൊന്നും തന്നെ ഇപ്പോൾ ഈ റൗണ്ടിൽ, സമാധാന ചർച്ചയുടെ റൗണ്ടിൽ അമേരിക്ക ചെവിക്കൊള്ളുന്നില്ല. ഇസ്രായേലിൻ്റെ സുരക്ഷയും അമേരിക്ക കാര്യമായി ഇപ്പോൾ ഈ നിമിഷം, ഇതുവരെ പരിഗണനയില്ലെന്നല്ല, ഈ നിമിഷം കാര്യമായി കണക്കാക്കുന്നില്ല. എന്താണ് ഇസ്രായേലിൻ്റെ കൺസേൺ? ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് തന്നെ ആയിരിക്കും. ഡെത്ത് ടു ഇസ്രായേൽ എന്നാണല്ലോ അവരുടെ ചാൻഡിങ്. അമേരിക്ക അവസാനിപ്പിക്കാനാവില്ല ഇറാന്, കാരണം അമേരിക്ക അങ്ങകലെ കിടക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും, അത് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇറാൻ്റെ ആണവ മിസൈലുകൾക്ക് കഴിയും. ഇത് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആണവ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകണം. അത് ചർച്ച കൊണ്ട് നടക്കില്ല എന്ന് ഇസ്രായേലിന് തോന്നി. അതുകൊണ്ടാണ് ചർച്ച വേണ്ട എന്ന് വെച്ചിട്ട്
അമേരിക്കയെ കൂട്ടുപിടിച്ച് ആക്രമണം നടത്തിയത്. 28-ാം തീയതി ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ ആക്രമണത്തിലൂടെ ഇറാൻ്റെ സർവ്വ ആണവ കേപ്പബിലിറ്റിയും തകർക്കാൻ കഴിയും. ഏതാണ്ട് 480ഓളം കിലോഗ്രാം ഫിസൈൽ മെറ്റീരിയൽ ഭാഗികമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശം ഉണ്ട്, ഇപ്പോഴുമുണ്ട്, ഈ ചർച്ച നടക്കുമ്പോഴുമുണ്ട്. ഇതിനെന്താണ് സംഭവിക്കുക? ഈ യുറേനിയം ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് പിടിച്ചെടുത്ത് കൊണ്ടുപോകാനാവില്ല. IAEA ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നിഷ്പക്ഷ രാജ്യത്തെ ഏൽപ്പിക്കാനോ കഴിയാത്ത അന്തരീക്ഷത്തിലാണ്. ബലപ്രയോഗം കൊണ്ട് നടക്കില്ല. അങ്ങനെയെങ്കിൽ ചർച്ച. ഇറാൻ ഇപ്പോഴും പറയുന്നു തങ്ങളുടെ ആണവ പദ്ധതിയിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോവില്ല. ഇറാൻ പക്ഷേ ആണവ പദ്ധതി എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ആണവ ആയുധ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടേയില്ല. അത് ഹറാമാണെന്നാണ് അയത്തുള്ള അലി ഖുമൈനി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ആണവായുധങ്ങൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷേ ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി ആണവ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് തങ്ങളുടെ റിയാക്ടറുകൾ ഉണ്ടാകും, സെൻട്രിഫ്യൂഗുകൾ പ്രവർത്തിക്കും. പക്ഷേ അത് 3.8% സമ്പുഷ്ടീകരണം മതിയാകുമല്ലോ ഊർജ്ജ ഉത്പാദനത്തിന്. എന്തിനാണ് 60% സമ്പുഷ്ടീകരിച്ചത്? ന്യായമായ ചോദ്യം. അത് 90%-ലെത്തിയാൽ വെപ്പൺ ഗ്രേഡിലേക്ക് മാറുകയാണ്. അതെന്തിന്? അത് ന്യായമായ ചോദ്യമാണ്. ഇസ്രായേൽ ആ ചോദ്യം ഉന്നയിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു ന്യായം കാണാൻ പറ്റും. പക്ഷേ ഇറാൻ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും എടുത്ത നിലപാട്. 15 ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇന സമാധാന നിർദ്ദേശങ്ങളിൽ തങ്ങളുടെ ആണവ പദ്ധതി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. തങ്ങൾക്ക് ഹോർമൂസിന്മേൽ നിയന്ത്രണം വേണം, തുടരണം. അവിടെ ചുങ്കം പിരിക്കാൻ അവകാശമുണ്ടാകണം. നഷ്ടപരിഹാരം അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രയേലും എല്ലാം ചേർന്ന് തങ്ങളുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. തങ്ങളുടെ പ്രോക്സികളെ ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല. എടുത്തു പറയുന്നു ലെബനനിലെ തങ്ങളുടെ പ്രോക്സികളായ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്തിവയ്ക്കണം. മിസൈൽ പദ്ധതിയെക്കുറിച്ച് ഒന്നും തന്നെ ഓഫർ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇസ്രായേൽ ആഗ്രഹിച്ചത് എന്താണ്? 2 കാര്യങ്ങൾ തീർച്ചയായും ആഗ്രഹിച്ചു. ആണവ പദ്ധതി പൂർണ്ണമായി അവസാനിപ്പിക്കുക, നടന്നിട്ടില്ല. മിസൈലുകൾ പൂർണ്ണമായി തുടച്ചു നീക്കുക, നടന്നിട്ടില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളുടെ മുന്നിൽ ഈ ഹമാസുമായുള്ള യുദ്ധത്തിൽ പോലും പൂർണ്ണ വിജയം നേടാൻ കഴിഞ്ഞില്ല. ഹമാസിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ, ഫിനിഷ് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ഇപ്പോഴും ബോർഡ് ഓഫ് പീസും സമാധാന ചർച്ചകളും എല്ലാം തന്നെ വഴിമുട്ടി നിൽക്കുന്നു. അപ്പോൾ ഇവിടെയെങ്കിലും ഒരു വിജയം ഇറാൻ്റെ മേലെങ്കിലും സമ്പൂർണ്ണമായ വിജയം അമേരിക്കയുടെ സാന്നിധ്യത്തോടുകൂടി ഇറാൻ കീഴടങ്ങുന്നതിലേക്ക് എത്തിച്ചു നിർത്താനാവുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചു. നടന്നില്ല. അങ്ങനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ടായിരിക്കുക, അത് നടക്കാതെ വരുമ്പോൾ അതിൻ്റെ പേരാണല്ലോ പരാജയം. അല്ലാതെ പൂർണ്ണമായ വിജയം മറ്റേ രീതിയിലൊന്നും അല്ലല്ലോ. ഇറങ്ങിപ്പുറപ്പെട്ടവൻ ഉദ്ദേശിച്ചത് പിടിക്കാനാവാതെ വരുമ്പോൾ അതിൻ്റെ പേര് പരാജയമെന്നല്ലേ. അല്ലാതെ ഇസ്രായേൽ പൂർണ്ണമായി നശിച്ചു എന്ന അർത്ഥത്തിലല്ല പരാജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് 2 കാരണങ്ങളാൽ: ഒന്ന്, ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറിയില്ല, ആണവം ആൻഡ് മിസൈൽ. 2, സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേലിന് ഒരു പങ്കാളിത്തവും നേരിട്ടോ അല്ലാതെയുമുള്ള ഒരു പങ്കാളിത്തവും ലഭിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമായി മാറി. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് ഇസ്രായേൽ ഇതിന് കണക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ഈ ഭരണകൂടത്തോടും കണക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിനെ, ഇസ്രായേൽ ഇനി കടന്നു വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ചങ്കിടിപ്പോടുകൂടിയാവും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുക. ശരിക്കും ഇസ്രായേലാണല്ലോ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത്. പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിവെച്ച യുദ്ധം നീണ്ടുപോകുന്നതിൽ JD വാൻസ് ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിച്ച സംഭവം നേരത്തെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ടോ ഈ ഒരു വെടിനിർത്തലോടെ? ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഇസ്രായേൽ എക്കാലത്തും ഏതാണ്ട് അന്താരാഷ്ട്രമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അറബ് രാജ്യങ്ങളുമായിട്ടൊന്നും ബന്ധമുണ്ടെങ്കിലും ആ തരത്തിലുള്ള സൗഹൃദമൊന്നുമില്ല. അതുപോലെ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാനോ ഇസ്രായേൽ പാസ്പോർട്ട് നൽകാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ലായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ആണവ പദ്ധതി ഉൾപ്പെടെ ക്ലാൻഡസ്റ്റൈൻ പദ്ധതികളാണ്. ഇസ്രായേൽ നിരന്തരമായി പലസ്തീനിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, ഗാസയിലെ കടന്നുകയറ്റങ്ങൾ, വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ഭൂമി പിടിച്ചെടുക്കൽ, കിബുട്സുകൾ സ്ഥാപിക്കൽ, ഇതൊന്നും തന്നെ ലോകം പൂർണ്ണമായി അംഗീകരിച്ച കാര്യമല്ല. പലസ്തീൻ കോസിനോടൊപ്പമായിരുന്നു പൊതുവേ ലോകം. ഇസ്രായേലിൻ്റെ ഏക പിൻബലം എക്കാലത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ജൂയിഷ് ലോബിയുടെ സജീവമായ പ്രവർത്തനം, ഇസ്രായേലുള്ള അത്രത്തോളം ജൂതന്മാർ
അമേരിക്കയിലുമുണ്ട്. 70 ലക്ഷത്തോളം ജൂതന്മാർ, അവരുടെ ലോബികൾ അതിശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് രംഗങ്ങൾ, പ്രൊഡക്ഷൻ രംഗത്ത്, പ്രത്യേകിച്ചും ഓർഡിനൻസ് മേക്കിംഗ്, അതുമാത്രമല്ല മറ്റ് ധനകാര്യ സേവനങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ഇസ്രയേൽ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ജൂയിഷ് കമ്മ്യൂണിറ്റി ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രയേൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിരന്തരം സെനറ്റേഴ്സിനിടയിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അംഗങ്ങളുടെ ഇടയിലും ലോബിയിങ് നടത്തി സ്വാധീനം ചെലുത്തിയതിൻ്റെ ഫലമായി അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളും സംയോജിക്കുന്നു. മാറി മാറി വന്ന പ്രസിഡന്റുമാർ ഇസ്രായേൽ താല്പര്യങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക കൊണ്ടുവന്നു. മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചില്ല. ഇസ്രായേൽ യുദ്ധങ്ങളായിരുന്നു. അമേരിക്ക തന്ത്രപരമായ സപ്പോർട്ട് കൊടുത്തു. അതായത് ഇപ്പോൾ ഇറാന് റഷ്യയും ചൈനയും നൽകുന്നത് പോലെയുള്ള സപ്പോർട്ട് ഇസ്രായേൽ അമേരിക്ക തന്ത്രപരമായി കൊടുത്തിരുന്നു, നേരിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ സേനാ വിന്യാസം കൃത്യമായി നടക്കുന്നു എന്ന നിരീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയെ ഇസ്രായേൽ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയായിരുന്നു. ഇത് ഇസ്രായേലിന് ആവശ്യമുള്ള, ആഗ്രഹിച്ച ഇസ്രായേലിൻ്റെ താല്പര്യ പൂർത്തീകരണത്തിനുള്ള യുദ്ധമാണ്. അമേരിക്കയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് എന്ത്? ഇറാൻ അത്ര വലിയ ശക്തിയൊന്നുമില്ല. അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോകുന്ന ശക്തിയൊന്നും അല്ലല്ലോ ഇറാൻ. അമേരിക്കയുടെ താല്പര്യങ്ങളും വലുതായിട്ട് ഇറാനിലൂടെ ഹനിക്കപ്പെടുന്നില്ല. പിന്നെ ലാർജർ താല്പര്യം, മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഒരു അമേരിക്കൻ സേനാ താവളങ്ങൾ, അത് നിലനിർത്താൻ ഇറാൻ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ ഇറാൻ ഒരു ഉപകാരിയായ രാജ്യമാണ്. അമേരിക്കയുടെ ആത്യന്തികമായ സേനാ സ്കീം ഓഫ് തിങ്സിൽ ഇറാൻ എന്ന ഒരു വിത്തിൻ കൊട്ടേഷൻ വിപത്ത് അവിടെ ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. പല ആവർത്തി ഞാനിത് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഉദ്ദേശങ്ങളും അമേരിക്കയുടെ ഉദ്ദേശങ്ങളും ഒന്നായിരുന്നില്ല. ഇസ്രയേലിന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്തു. ഒരിടത്തും എത്താതായപ്പോൾ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു, പിന്തിരിയേണ്ടി വന്നു. അവിടെ ട്രംപിൻ്റെ മുഖം നഷ്ടപ്പെട്ടു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖം കൂടുതൽ വികൃതമായി. ട്രംപിൻ്റേത് വികൃതമാകുന്നതിനേക്കാൾ കൂടുതൽ നെതന്യാഹുവിൻ്റെ മുഖം വികൃതമായത്. എന്തിനായിരുന്നു അമേരിക്ക ഈ വിപത്തിൽ ചാടിച്ചത്? ഇനി ഏതെങ്കിലും സമയത്ത് ട്രംപൊക്കെ മാറി പുതിയൊരു ലെവൽ ഹെഡഡ് ഒരു പ്രസിഡന്റ് വന്നാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ പുതിയ പ്രസിഡന്റ് ഇസ്രയേലിനെ കണ്ണുമടച്ച് വിശ്വസിക്കുമോ? ട്രംപ് വിശ്വസിച്ചതുപോലെ. അപ്പോൾ ട്രംപിനെ കൊണ്ട് കുഴിയിൽ ചാടിക്കുകയല്ലായിരുന്നോ? ചാടിക്കളിക്കടാ കുഞ്ഞുരാമ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൻ്റെ ബുദ്ധിപരമായ നേതൃത്വം ട്രംപിൻ്റെ വാലയിൽ പിടിച്ച് കളിപ്പിക്കുകയല്ലായിരുന്നോ ചെയ്തത്? ഈ ചോദ്യമാണ് അമേരിക്കയിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ ആ രാജ്യത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. ലോകരാജ്യങ്ങളുടെ ഇടയിൽ മാത്രമല്ല, അമേരിക്കയുടെ മനസ്സിലും ഈ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഭാഗികമായിട്ടെങ്കിലും. പക്ഷെ ഇപ്പോഴും ഇസ്രായേൽ രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമുണ്ട് എന്ന് 100 വട്ടം ഞാൻ പറയും. ഒരു രാജ്യമാണ്, സ്വതന്ത്ര പരമാധികാര ജൂതരാഷ്ട്രം നിലനിൽക്കട്ടെ. അതോടൊപ്പം തന്നെ പാലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനും അസ്തിത്വം ഉണ്ടാകണം, നിലനിൽപ്പുണ്ടാകണം. ഇസ്രായേൽ അവരെ അംഗീകരിക്കണം, അവർ ഇസ്രായേലിനെ അംഗീകരിക്കണം, ഇറാനെയും അംഗീകരിക്കണം. പരസ്പര അംഗീകാരമില്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആർക്കും ആരെയും കുറ്റപ്പെടുത്താം, വിജയം ആഘോഷിക്കാം, നേട്ടങ്ങൾ ആഘോഷിക്കാം, മുഖത്ത് കരിവാരി തേച്ചു എന്ന് പറയാം. അതൊന്നും കൊണ്ട് സമാധാനം വരില്ല. സമാധാനം വരണമെങ്കിൽ ആത്യന്തികമായി അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. ഏറ്റവും ഉചിതമായ സമയമാണ്. അടിസ്ഥാന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകാനുള്ള ഏറ്റവും ഉചിതമായ പ്രോപ്പറായ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ച, ഇസ്രായേൽ സംയമനം പാലിക്കുകയും ഇസ്രായേലിൻ്റെയും കൂടെ താല്പര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഇസ്രായേൽ സംയമനം പാലിച്ച് ഇറാനെ പൂർണ്ണമായി അംഗീകരിച്ച് ശത്രുത വെടിഞ്ഞ് ഒരു സമവായത്തിൻ്റെ പാതയിൽ ഹിസ്ബുള്ളായ്ക്കും ഹമാസിനുമെതിരെ എക്കാലത്ത് മുട്ടമിട്ട് നിൽക്കാനാവില്ല. അവരൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് അവർ മാത്രമല്ല, ഇറാൻ കൂടിയാണ്. ഇറാനെ അതിൽ അംഗീകരിപ്പിക്കുക വഴി ഇസ്രായേൽ നിലനിൽക്കാനാവുമല്ലോ. അതിൽ കൂടുതൽ സാഹസം കാട്ടാൻ ഇസ്രായേൽ മുതിരുകയാണെങ്കിൽ സ്വയം കൃതാനർത്ഥം എന്ന് പറയേണ്ടി വരും. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ യുദ്ധത്തിന് ഒരു അറുതി വന്നിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം നിർത്തിയിരിക്കുന്നത് അടുത്ത യുദ്ധത്തിന് മുമ്പുള്ള ഒരു താൽക്കാലിക ഇടവേള മാത്രമാണോ? ഈ വെടിനിർത്തൽ ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കും എന്നീ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.